ആഗോളവൽക്കരണത്തിന്റെ ഈ ആധുനിക യുഗത്തിൽ ഭൂമിയുടെ ഒരു കോണിലുണ്ടാകുന്ന ചലനങ്ങൾ മറ്റൊരു കോണിലെ സാധാരണക്കാരന്റെ അടുക്കള ബജറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ കൃത്യമായ ഉദാഹരണങ്ങൾക്കാണ് ലോകമിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ പുകയുന്ന യുദ്ധത്തിന്റെ തീപ്പൊരികൾ ഇന്ത്യൻ വിപണിയെ വരിഞ്ഞു മുറുക്കുമ്പോൾ പ്രകൃതിയുടെ ഭാഗത്തു നിന്നും മറ്റൊരു വില്ലൻ കൂടി അവതരിച്ചിരിക്കുകയാണ് എൽ നീനോ. ഭൂമിശാസ്ത്രപരമായ തർക്കങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ഒരേ സമയം കൈകോർത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖലയെയും പൊതുവിപണിയെയും ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയ നീക്കങ്ങളും ശാന്തസമുദ്രത്തിലെ താപനിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ചേർന്ന് രൂപപ്പെടുന്ന ഈ ഇരട്ട പ്രതിസന്ധി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക ഞെരുക്കത്തിനിടയിലേക്കാണ് ഒട്ടും ശുഭകരമല്ലാത്ത കാലാവസ്ഥാ പ്രവചനങ്ങളുമായി എൽ നീനോയുടെ വരവ്. സ്പാനിഷ് ഭാഷയിൽ കൊച്ചുകുട്ടി എന്നാണ് എൽ നീനോ എന്ന വാക്കിന്റെ അർത്ഥമെങ്കിലും ആഗോള കാലാവസ്ഥയിൽ ഇത് വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. പെറുവിലെ കർഷകരും മത്സ്യത്തൊഴിലാളികളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രിസ്മസ് കാലത്ത് സമുദ്രജലത്തിലുണ്ടാകുന്ന അസാധാരണമായ ചൂടുപിടിക്കലിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ഈ പേര് ഇന്ന് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഭയപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ശാന്തസമുദ്രത്തിന്റെ മധ്യഭാഗത്തും കിഴക്കൻ ഭാഗത്തുമുള്ള ഉപരിതല ജലം അസാധാരണമാം വിധം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽ നീനോ. സാധാരണഗതിയിൽ 2 മുതൽ 7 വർഷം വരെയുള്ള ഇടവേളകളിൽ രൂപപ്പെടുന്ന ഈ പ്രതിഭാസം ആഗോള കാറ്റുകളുടെ സഞ്ചാരപഥത്തെയും ശക്തിയെയും അപ്പാടെ മാറ്റിമറിക്കുന്നു. പസഫിക്കിലെ വെള്ളം തിളച്ചു മറിയുന്നതോടെ അവിടെ നിന്നും രൂപപ്പെടുന്ന ചൂടൻ കാറ്റ് കരയിലേക്ക് ആഞ്ഞടിക്കുകയും അത് മറ്റ് ഭൂഖണ്ഡങ്ങളിലെ സാധാരണ കാലാവസ്ഥാ ചക്രത്തെ തകിടം മറിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കാലവർഷത്തിന്റെ താളം തെറ്റിക്കുന്ന വില്ലനാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ദീർഘകാല പ്രവചനങ്ങൾ രാജ്യത്തിന് വലിയ ആശങ്കയാണ് നൽകുന്നത്. കഴിഞ്ഞ 25 വർഷത്തിനിടയിലെ ഏറ്റവും ഭീതിജനകമായ കാലാവസ്ഥാ പ്രവചനങ്ങളിൽ ഒന്നാണ് ഇത്. ഇത്തവണത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സാധാരണ ലഭിക്കേണ്ട മഴയുടെ 92% മാത്രമായിരിക്കുമെന്നാണ് പ്രവചനം. ഇത് കാലാവസ്ഥാ ശാസ്ത്രത്തിൽ കുറഞ്ഞ മഴ എന്ന ഗണത്തിലാണ് പെടുത്തുന്നത്. എന്നാൽ അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് മഴ പാടെ കുറഞ്ഞു പോകാനുള്ള സാധ്യത 35% ഉയർന്നു നിൽക്കുന്നു എന്നതാണ്. സാധാരണ വർഷങ്ങളിൽ ഈ സാധ്യത വെറും 16% മാത്രമായിരുന്ന സ്ഥാനത്താണ് ഈ ഒരു കാര്യമെന്നത് ഓർക്കണം. ഇക്കുറി രൂപപ്പെടാൻ പോകുന്നത് സാധാരണ എൽ നീനോ അല്ല, മറിച്ച് സൂപ്പർ എൽ നീനോ ആയിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത്. പസഫിക് സമുദ്രത്തിലെ താപനില സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിലധികം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതിനെ സൂപ്പർ എൽ നീനോ എന്ന് വിളിക്കുന്നത്. ചരിത്രത്തിൽ 1950 ശേഷം രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രതിഭാസമായി ഇത് മാറിയേക്കാം. ഇത്തരമൊരു സാഹചര്യം ഒന്നുകിൽ രാജ്യത്ത് കടുത്ത വരൾച്ചയ്ക്ക് കാരണമാകും, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പെയ്യുന്ന പേമാരിയിലൂടെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യൻ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 20% സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയാണെന്ന് ഓർക്കണം. അതിലുപരിയായി രാജ്യത്തെ മൊത്തം തൊഴിൽ ശക്തിയുടെ 40% ജീവിക്കുന്നത് ഈ മേഖലയെ ആശ്രയിച്ചാണ്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പാദനത്തിന്റെ 70% ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. കർഷകർ വിത്തുപാകി മഴയ്ക്കായി കാത്തിരിക്കുമ്പോൾ എൽ നീനോ ആ മഴയെ തട്ടി അകറ്റിയാൽ അത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മുൻകാലങ്ങളിൽ എൽ നീനോ ശക്തമായപ്പോഴെല്ലാം ഇന്ത്യയിൽ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം കുത്തനെ ഇടിയുകയും ഉള്ളി, തക്കാളി, പരിപ്പ് വർഗ്ഗങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വില സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാത്ത വിധം ഉയരുകയും ചെയ്തിട്ടുണ്ട്. കാർഷിക ഉൽപ്പാദനം കുറയുമ്പോൾ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ വരുമാനം ഇല്ലാതാവുകയും ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തളർത്തുകയും ചെയ്യും. ഗ്രാമീണ ജനതയുടെ വാങ്ങൽ ശേഷി കുറയുന്നത് രാജ്യത്തെ മൊത്തം വിപണിയെയും ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ജനങ്ങൾ സാധനങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കുന്നതോടെ FMCG, വാഹന വിപണി, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിൽ ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യകത ഗണ്യമായി കുറയും. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന തളർച്ചയും കമ്പനികളുടെ ലാഭക്ഷമതയിലെ കുറവും സ്വാഭാവികമായും ഓഹരി വിപണിയെയും ഉലയ്ക്കും. വിപണിയിൽ പണഞ്ഞെരുക്കം ഉണ്ടാകുന്നത് നിക്ഷേപകരിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയും പ്രധാന ഓഹരികളുടെ വിലയിടിവിലേക്ക് നയിക്കുകയും ചെയ്യാം. എന്നാൽ എൽ നീനോ ഇന്ത്യൻ വിപണിയെ എപ്പോഴും ദീർഘകാലത്തേക്ക് തളർത്തിയിട്ടില്ല എന്നൊരു നിരീക്ഷണവും സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. എൽ നീനോ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ച 2022 ആദ്യത്തെ 3 മാസങ്ങളിൽ നിഫ്റ്റി സൂചികയും 0.78% നഷ്ടം രേഖപ്പെടുത്തിയെങ്കിലും അടുത്ത ഒരു വർഷം കൊണ്ട് 23%-ലധികം നേട്ടത്തോടെ ശക്തമായി തിരിച്ചു വന്നു. സമാനമായ രീതിയിൽ കടുത്ത വരൾച്ചയുണ്ടായ 2009 ആദ്യ മാസങ്ങളിലെ ചെറിയ ഇടിവുകൾക്ക് ശേഷം വിപണി 16%-ഓളം വളർച്ച കൈവരിച്ചു. 2014 2015 സമാനമായ അതിജീവനത്തിന്റെ ചരിത്രമാണ് വിപണി കാഴ്ചവെച്ചത്. അതിനാൽ ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ വലിയ ഉലച്ചിലുകൾ ഉണ്ടായേക്കാമെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആഭ്യന്തര കരുത്ത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിനെ മറികടക്കാൻ സഹായിക്കുമെന്ന പ്രത്യാശയും നിലനിൽക്കുന്നുണ്ട്.
പശ്ചിമേഷ്യയിലെ യുദ്ധവും എൽ നീനോയുടെ ഭീഷണിയും ഒരേ സമയം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രമുഖ ആഗോള റേറ്റിംഗ് ഏജൻസിയായ ഇക്ര ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ രാജ്യം കൈവരിക്കുമെന്ന് കരുതിയിരുന്ന വളർച്ചാ നിരക്ക് 6.5% നിന്നും 6.2% അവർ വെട്ടിക്കുറച്ചു. കേന്ദ്ര സർക്കാർ നടപ്പുവർഷം 7.6% വളർച്ച പ്രതീക്ഷിക്കുമ്പോഴാണ് റേറ്റിംഗ് ഏജൻസികൾ കൂടുതൽ ജാഗ്രതയോടെയുള്ള കണക്കുകൾ പുറത്തുവിടുന്നത്. അതുപോലെ തന്നെ മൺസൂൺ പാളിയാലും കൃഷിയെ സംരക്ഷിക്കാൻ തക്കവണ്ണം ജലസേചന സംവിധാനങ്ങൾ ആധുനികവൽക്കരിക്കുകയും വളർച്ചയെ പ്രതിരോധിക്കുന്ന വിത്തിനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും വേണം. ആഗോളതലത്തിലെ അസ്ഥിരതകളെ നേരിടാൻ ആഭ്യന്തര ഉൽപ്പാദനക്ഷമതയും വിഭവങ്ങളുടെ സന്തുലിതമായ വിതരണവും ഉറപ്പാക്കുകയാണ് പ്രധാനം. കഠിനമായ വെല്ലുവിളികൾ നിറഞ്ഞ ഈ പാതയിലൂടെ കരുതലോടെ മുന്നേറിയാൽ മാത്രമേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തങ്ങളുടെ വളർച്ചാ കുതിപ്പ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.